या कुन्देन्दु तुषारहारधवला या शुभ्रवस्त्रावृता या वीणा वरदण्डमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्कर प्रभृतिभिर्देवैः सदा पूजिता सा मां पातु सरस्वती भगवती निशेषजाढ्यापहा श्रीमहासरस्वती नमः। മനോഹരമായ സംഗീതം ഒരു നറുനിലാവ് പോലെ കേൾവിക്കാരെയും ദേവിയെയും തഴുകിയിരിക്കുന്നു. ആളെ കണ്ടതുപോലെയല്ല, സംഗീതത്തിൽ അസാധ്യ ജ്ഞാനമാണല്ലേ. പറയാൻ വാക്കുകളില്ല, അസലായി. നന്ദി. കൊട്ടാരക്കെട്ടിൽ വന്ന് ഏട്ടൻ തമ്പുരാന്റെ മുമ്പിൽ പാടണമെന്ന് പറഞ്ഞപ്പോൾ അറിവ് പൂർണ്ണമല്ല എന്ന് പറഞ്ഞത് ഇതേ ആളാണോ? പറഞ്ഞത് സത്യമാണ്. ഒരു ഗുരുവില്ല, ചിട്ടയായ പഠനവുമില്ല, അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുമില്ല. ഇതിൽ കൂടുതലായി അനുഗ്രഹം വേറെ എന്താണ് വേണ്ടത്? പാടിയത് സാക്ഷാൽ മഹാമായയുടെ മുമ്പിലല്ലേ. ഇവിടെ വരാൻ കഴിഞ്ഞതും അമ്മയുടെ മുന്നിൽ പാടാൻ കഴിഞ്ഞതും പുണ്യം. ഇന്ന് യാത്രയായാലോ എന്ന് ആലോചിക്കുകയാണ്. യാത്ര വിലക്കാൻ എനിക്ക് അധികാരമുണ്ടോ എന്നറിയില്ല. കഴിയുമെങ്കിൽ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കഴിയും വരെയെങ്കിലും നിൽക്കണം. സംഗീതത്തിനോട് എനിക്ക് കുറച്ച് താല്പര്യമുണ്ട്. പഞ്ചമി പാടൂ. അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ ആസ്വദിക്കും, ഒരു മുൻവിധികളുമില്ലാതെ. എന്തായി തീരുമാനം? നിൽക്കുന്നു ഇവിടെ. പഞ്ചമി കൽപ്പിച്ചാൽ അതിനെതിരെ പറയാൻ പറ്റില്ലല്ലോ. കൽപ്പനയൊന്നുമല്ല, ഒരു കലാകാരനോടുള്ള ആദരവാണ്, അപേക്ഷയാണ്. എങ്കിൽ സ്വീകരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിലെ താമസവും ഈ ആദിത്യ നിറഞ്ഞ മനസ്സും. തിരക്കുകൾ ഒഴിഞ്ഞിട്ട് എനിക്ക് അങ്ങയോടൊരു കാര്യം ഉണർത്തിക്കാനുണ്ടായിരുന്നു. ഇത് നമ്മുടെ അറിയല്ലേ, ഇവിടെ നമുക്കെന്താ തിരക്ക്? പറഞ്ഞോളൂ. അതല്ല, പൂജകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ട് നാം പറഞ്ഞോളാം. അപ്പോ ഗൗരവമുള്ള കാര്യമാണ്, അത് ഉറപ്പ്. അല്ലാതെ മീനാക്ഷി ഇപ്പൊ ഇങ്ങനെ പറയില്ല. എന്തായാലും പറഞ്ഞോളൂ. അച്ഛൻ തിരുമേനി കാലം പോകിയെന്ന് അവധൂതൻ പറഞ്ഞു. അറിയാനോ അവസാനമായി ഒന്ന് കാണാനോ ഉള്ള ഭാഗ്യം ഉണ്ടായില്ല. പിതൃകർമ്മങ്ങൾ പോലും നടന്നിട്ടില്ല. അതിന്റെ ഒരു വിഷമം ഉള്ളിൽ അങ്ങനെ കിടക്കുന്നു. ഇതായിരുന്നോ കാര്യം? ചെയ്യാം, വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യാം. അത് അദ്ദേഹത്തിന്റെ മകളെ ഏറ്റെടുത്ത നമ്മുടെ ഉത്തരവാദിത്വം കൂടിയല്ലേ. അച്ഛൻ തിരുമേനി സ്വർഗസ്ഥനായിരിക്കും, അതിൽ സംശയമില്ല. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആക്ഷേപിച്ചവരോട് പോലും ശബ്ദമുയർത്തി സംസാരിച്ചില്ല. പറഞ്ഞതെല്ലാം ദേവി മഹാമായയോടാണ്. അതുകൊണ്ടല്ലേ ദേവി അദ്ദേഹത്തിന്റെ കൂടെ തന്നെ പടിയിറങ്ങിയത്. ഒരർത്ഥത്തിൽ ആ ദർശനവും മോക്ഷം തന്നെയാണ് മീനാക്ഷി. ക്ഷേത്രത്തിലെ പൂജാ ചടങ്ങുകൾ കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞാൽ
നമുക്ക് ഏറ്റവും പ്രധാനം ഈ ശ്രാദ്ധം തന്നെ. സന്തോഷമായോ? സന്തോഷായി. അച്ഛൻ തമ്പുരാന്റെ ആത്മാവ് എന്നെ ഓർത്ത് അഭിമാനിക്കുകയുള്ളൂ. അങ്ങ് എന്റെ കൂടെ ചേർന്ന് നിൽക്കുകയല്ലേ. ഇതിൽ കൂടുതൽ എന്താണ് അച്ഛന്റെ മകൾക്ക് കിട്ടാനുള്ളത്? ഉറങ്ങിക്കോളൂ. നാളെ അതിരാവിലെ ക്ഷേത്രത്തിലെത്താനുള്ളതാണ്. അതെ, ഇരുന്നോളൂ ഇരുന്നോളൂ ഇരുന്നോളൂ. ഉറക്കമായി കാണുന്ന നാം കരുതിയത്. നിദ്രാദേവിയുടെ അനുഗ്രഹം കുറവാണ്. അല്ലെങ്കിലും ജീവിതത്തിൽ വ്യഥകളുള്ളവർക്ക് അത് പതിവില്ലല്ലോ. ആശങ്കയാണ് എല്ലാത്തിൻ്റെയും കാരണം. ഭക്ഷണത്തിനു വേണ്ടി, പാർപ്പിടത്തിനു വേണ്ടി, അറിവിനു വേണ്ടി, ഉദ്യോഗത്തിനു വേണ്ടി എല്ലാം നാം ആശങ്കപ്പെടണം.